പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിലരുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ കുറച്ച് ഫോളോവേഴ്സിനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഇത് തന്നെയാണ് ലോകമെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എന്ത് ചെയ്യാനും എന്തു പറയാനും യാതൊരു മടിയുമില്ല. കാരണം കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ പറയുന്നത് എന്താണ് എന്ന് കേൾക്കാനും അത് ആസ്വദിക്കാനും അതിന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് അടിക്കാനും ബെൽ ബട്ടൺ തല്ലി പൊളിക്കാനും ഒക്കെ ആളുകളുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കുവാണ് ഇതാണ് ലോകമെന്ന്. 3 സ്ട്രൈക്ക് കിട്ടിയാൽ തീരാവുന്ന ചാനലേ ഉള്ളൂ. നമുക്ക് അടുപ്പിച്ച് 3 സ്ട്രൈക്ക് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ ഈ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് കരുതിയിട്ടുള്ള അഹങ്കാരങ്ങളും അഹംഭാവങ്ങളും താൻ പ്രമാണിത്വവും ആരുടെയൊക്കെയോ മുമ്പിൽ ഞാൻ എന്തോ വലിയ ചന്ദ്രഹാസമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഇളക്കങ്ങളും ഒന്നും ഫലത്തിൽ ചെല്ലില്ല. അങ്ങനെ ഒരുപാട് പേര് ചലഞ്ചുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തിക്തഫലങ്ങൾ പിന്നീട് ഒറ്റയ്ക്ക് കുടുംബത്തോടൊപ്പം അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്വപ്നം കണ്ടെന്ന് കരുതി നേരം വെളുക്കുമെന്ന് വിചാരിച്ചാൽ അത് അബദ്ധമായി പോകും. ഈ ഫോളോവേഴ്സ് ഇതൊക്കെ അങ്ങ് അവസാനിക്കും. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ തരംഗങ്ങളിൽ മാത്രമേ നിലനിൽക്കൂ. ഇത് കണ്ടിട്ട് നമ്മൾ ചാടി പുറപ്പെട്ട് മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്കും മറ്റുള്ളവരെ കൊല്ലാനും ഇല്ലാതാക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ ആദ്യം ഒക്കെ പണം തന്നും പിന്തുണ തന്നും ലൈക്കും ഷെയർ തന്നും കമൻറ്റ് ചെയ്തും ഒക്കെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകും. പക്ഷേ ഒരാഴ്ചയിൽ ഒരു ദിവസമേ വെള്ളിയാഴ്ചയുള്ളൂ എന്ന് ചിന്തിക്കുന്നത് നല്ലത്. ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ പോലീസിനെതിരെ കൊലവിളി നടത്തിയ പാലക്കാട് കൂറ്റനാട് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിരുന്നു. ചാലിശ്ശേരി പാലക്കൽ പീടികയിൽ മുഹമ്മദ് അലി എന്ന 45-കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിലൂടെ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അയാളുടെ പോസ്റ്റ്. അങ്ങനെ അയാള് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ് ഇട്ടിട്ട് വീട്ടിൽ പോയി ഫാനും ഇട്ടിട്ട് മലർന്ന് കിടന്നുറങ്ങാമെന്നാണ് കാക്ക വിചാരിച്ചതെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് പായ വിരിക്കും മുമ്പ് പോലീസ് കാക്കയെ പൊക്കി. കലാപാഹ്വാനം, പോലീസിനെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് കാക്കയെ തൂക്കിയെടുത്ത് ജയിലിലാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊലവിളി മുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ട പോസ്റ്റിലാണ് പോലീസിനെതിരെ കാക്ക കൊലവിളി നടത്തിയിരിക്കുന്നത്. തൃത്താലയിൽ രാഹുൽ വന്നാൽ BJP-ക്കാർ തടയുന്നതൊന്ന് കാണാം. മോദിയുടെ വാക്ക് കേട്ട് പോലീസുകാർ ഇടപെട്ടാൽ സ്വന്തം ഭാര്യയെയും മക്കളെയും കാണാൻ പറ്റില്ല എന്നാണ് പോസ്റ്റിന്റെ ഉള്ളടക്കം. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് കേൾക്കുന്നത്. എന്നാൽ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കണ്ടാലറിയുന്ന 19 പേർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ പാലക്കാട്ടെ BJP നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെയാണെന്ന് കേസെടുത്തത്. പാലക്കാട്ട് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് മേൽഘടകം തീരുമാനിച്ചാൽ പിന്നെ രാഹുലിന്റെ കാല് തറയിൽ ഉണ്ടാകില്ലെന്നും തല ആകാശത്ത് കാണേണ്ടി വരുമെന്നുമായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടന്റെ കൊലവിളി പ്രസംഗം. പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമാക്കിയ നടപടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിനിടെയായിരുന്നു വീണ്ടും ഭീഷണി മുഴങ്ങിക്കേട്ടത്. കഴിഞ്ഞ ദിവസം പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഫേസ്ബുക്കിലൂടെ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേസ്. സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് KS ജയഘോഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. യാതൊരു പ്രകോപനമോ കാരണമോ കൂടാതെ കാക്കി തൊപ്പിവെച്ച കുറേയേറെ ആളുകൾ RSSകാർ ഇന്നലെ യൂത്ത് കോൺഗ്രസ് സമരത്തെ തല്ലിച്ചതച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. പലരെയും കണ്ടെത്താനും കാണേണ്ടതുപോലെ കാണാനും ഞങ്ങൾ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജയഘോഷിന്റെ പോസ്റ്റിലുള്ളത്.
യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PT അജ്മൽ വിവരാവകാശം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള കടലാസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ പൊതുജനത്തെയും ഞങ്ങൾ ക്ഷണിക്കുകയാണെന്നും താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലുള്ള നരഭോജികളെ അറിയുമെങ്കിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെടുമല്ലോ എന്നായിരുന്നു KS ജയഘോഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ഏറ്റെടുക്കുകയും പോസ്റ്റ് വൈറലാകുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് മുഹമ്മദ് അലി പങ്കുവച്ച പോസ്റ്റ്. ഞാൻ വെല്ലുവിളിക്കുന്നു, രാഹുൽ മാങ്കൂട്ടം തൃത്താലയിൽ വരും. തന്തയ്ക്ക് പിറന്ന BJP-ക്കാരും RSS-കാരും ഉണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. ഈ മാസം അവസാനം അദ്ദേഹം വരുന്നുണ്ട്. മങ്ങിപ്പോകും. മോദിയുടെ വാക്ക് കേട്ട് ചില പോലീസുകാർ ഇതിൽ ഇടപെട്ടാൽ സ്വന്തം ഭാര്യയെയും മക്കളെയും കാണാൻ പറ്റില്ല. അത് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഒരു വിഭാഗത്തിന് വെല്ലുവിളിക്കാനും മറുവിഭാഗം ആ വെല്ലുവിളി ഏറ്റെടുക്കാനും ഇങ്ങനെയല്ലേ നാടിന്റെ സമാധാനം നശിക്കുന്നത്? രണ്ട് രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ പോലീസ് കേസെടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പിന്നീട് പോലീസ് അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, അവർ പാർട്ടി നോക്കി, രാഷ്ട്രീയം നോക്കി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ളതാണ്. വെല്ലുവിളിക്കാൻ BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്താൻ പോകുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ സംസ്ഥാന നേതാവും വരുന്നുണ്ടെന്ന് പറഞ്ഞു. വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ കാത്തിരുന്നു. ആദ്യം കിട്ടിയത് 4 മണിക്ക് വരുന്നാണ് പറഞ്ഞു. 4:30 കഴിഞ്ഞ് 4:45 കഴിഞ്ഞ സമയത്ത് ഞാൻ തന്നെ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോയി. കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യണം. കാരണം എന്താ അറിയും? BJP-യുടെ ജില്ലാ കമ്മിറ്റി ഒറ്റയ്ക്ക് വന്നു. നിങ്ങൾ BJP ഓഫീസിലേക്ക് അന്വേഷിച്ച് വരേണ്ട യാതൊരു ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പില് നിങ്ങളുടെ നേതാക്കന്മാരെ കാത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നു. കാരണം ഇവിടെ പാലക്കാട് BJP പ്രവർത്തകന്മാരുടെ ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ആൾ മതി. നിങ്ങളുടെ 100 നേതാക്കന്മാർക്ക് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ മതി. നിങ്ങളുടെ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വന്നിരുന്നിട്ടും നിങ്ങളുടെ ഒരു നേതാക്കന്മാർ അവിടെ വന്നില്ല. പിന്നെ കോൺഗ്രസിന്റെ പ്രകടനം ഉണ്ടായിരുന്നു, പ്രതിഷേധ പ്രകടനം ഇങ്ങോട്ട്. പോലീസുകാരോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് ആ ബാരിക്കേഡ് ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. നേരിട്ട് ഞാൻ പോയി പറഞ്ഞതാണ്, ആ ബാരിക്കേഡ് ഒന്ന് തുറന്നു കൊടുക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ നട്ടലുള്ള, തന്റേടമുള്ള, ആണത്തുമുള്ള ഏതെങ്കിലും ഒരു ഓഫീസ്, നട്ടലിന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ BJP ഓഫീസിന്റെ 10 മീറ്റർ മുമ്പിലൊക്കെ പോട്ടെ, 100 മീറ്റർ മുൻപിലേക്ക് വരാനുള്ള ധൈര്യമുള്ള. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച് പാർട്ടി പ്രവർത്തകർ തമ്മി തല്ലായി, തല പൊളിക്കലായി, കൊല്ലലായി ആശുപത്രികളിലെ ആർക്കാ നഷ്ടമുണ്ടാകുന്നത്? നഷ്ടമാർക്കാം. ഈ പാർട്ടി നേതാക്കൾ പരസ്പരം ഒരു വേദിയിൽ തോളിൽ കൈയിട്ട് സെൽഫി എടുക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് അവർ സൗഹാർദ്ദം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ബലിയാടാകുന്നത് ആരാണ് എന്ന് ചിന്തിച്ചാൽ നന്ദി.